നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിർത്തി അൻഫോസിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കഴിഞ്ഞുകൊണ്ട് നിന്ന് അവയുടെ മേത്ത് നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിന് അവന്റെ വഴിപാടിനെ പ്രസവിച്ചു. കയീൻ അവന്റെ വഴിപാടിനെ പ്രസവിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം മാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിനാ? നിന്റെ മുഖം പാടുന്നതും എന്ത്? നീ നന്മയിൽ എനിക്ക് പ്രസാദം ഉണ്ടാകുകയും നീ നന്മയിലെങ്കിലോ പാപം ബാധിക്കാൻ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു. നീ അവനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നാൽ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോകുകയെന്ന് പറഞ്ഞു. അവർ വയലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനെന്ന് പറഞ്ഞു. അതിനാണ് അവൻ ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളാൻ വായ തുറന്ന ദേശം നീ വിട്ടു ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലയിന്മേലാണ് തന്റെ വീര്യം
ഞങ്ങളുടെ കർത്താവായ മതിയാകും. നിന്റെ മാമോദീസാമുഖിയായ ഉപകാരവനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. Amen.
നീതിമാനായ ഒരു വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളെ ഇപ്പോൾ ദ്രോഹികളും കൊലാതകരും നായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരെ നിയമങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ ഗൗരവസ്ഥരായി അവന്റെ നേരെ പരുകടിച്ചു. അവനോ പരിശുദ്ധാത്മാ നിറഞ്ഞനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കെ നിലവിളിച്ചു. ചെവിപ്പത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവൻ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലെന്ന പേരുള്ള ഒരു ബാലിക്കാരന്റെ കൽക്കൽ ഏൽപ്പിച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമെന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി കർത്താവേ, പാപം നിർത്തരുതെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവനെ കൊല ചെയ്ത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് ശലോമിൽ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തവുമാണോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. ആർപ്പാരുടെ ആളുകളെ പോലെ ഞങ്ങളെ എഴുതുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ ഇന്നും നമ്മെ വേർതിരിക്കാൻ കഴിയില്ല. ഭാഗ്യമോ Oh
സുവിശേഷത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ളവനും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു പരീക്ഷനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്ന ഗുരു, നീ ദൈവത്താൽ ഉപദേഷ്ടാവായി അയക്കപ്പെട്ടവനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ദൈവം നമ്മളോട് അല്ലാതെ മറ്റാരും പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് അരുളി ചെയ്തു. നിക്കോദിമോസ് അവനോട്, ഒരു മനുഷ്യന് വൃദ്ധനായ ശരീരം വീണ്ടും ജനിക്കുവാൻ എങ്ങനെ കഴിയും? അവൻ രണ്ടാമതും മാതാവിന്റെ ഗർഭാശയത്തിൽ പ്രവേശിക്കുവാനും തനിക്ക് ജനിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരു വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. ജലത്തിൽ താൻ ജനിച്ചത് ജലവും ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുമാകുന്നു. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. കാറ്റ് അഗ്നിഷ്ടമുള്ളിടത്ത് വീശുന്നു, അതിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നതെന്നോ നീ അറിയുന്നില്ല. ആത്മാവിൽ നിന്ന് ജനിച്ച് ഏതൊരുവരും ഇപ്രകാരമാവുന്നെന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹങ്ങളും മനോഹരവും യാചിക്കണം. സ്തോത്രവും പ്രഭയും ചെയ്യും നല്ല നിത്യവും സദാ നേരവും ഇടപെടാതെ കയറ്റുവാനുയോഗ്യരായി തീരണമേ. സ്വന്തം ശരീരത്തിന് തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മലാബലിയും സ്ലീബാമേൽ സ്നേഹപൂർവ്വം സേവിക്കുകയും സ്വജാതികളെയും വിജാതികളെയും തന്നെ പുനരുദ്ധാരിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവേ, നിനക്ക് ദൈവികമായ ഈ സ്വന്തബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും ഇവിടത്തേക്ക് യോഗ്യമാകുന്നു. ഭഗവന്യോദമോസോ ഞങ്ങളുടെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും നമ്മെ ഓർക്കാൻ
സഹോദരന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഗുരുക്കന്മാരുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ വാങ്ങുകൊള്ളണമേ. ദൈവമായ കർത്താവിന്റെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കണ്ണയും കൃപയുമാകുന്നവന് മഞ്ഞ് തളിക്കണമേ. കർത്താവിന്റെ നാഥനുമായ രാജാവേ, ഞങ്ങൾക്കും അവർക്കും ഈ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരണമേ. ഞങ്ങളുടെക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, പാപമടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം നടന്നു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവതാരത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അവതാരം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവതാരത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സമർപ്പിക്കും. ജീവനും കരുണാസമ്പന്നനും സകലവും ബുദ്ധിയിരിക്കുന്നതിനുമായ ദൈവമേ, ബലികളെ കൈക്കൊള്ളുന്നതായ നീ നിന്റെ ജനകന് സ്വയം ബലിയായി തീർന്നുവല്ലോ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ ബലിയർപ്പണം മൂലം ഞങ്ങളെ നീ സമീപിച്ചു. വന്യങ്ങളും ജീവപ്രദങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കത്തക്കവണ്ണം കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശദീകരിക്കുവാൻ വേണ്ടി ഈ സമയം ഞാൻ നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് ഭവപരിഹാരം നൽകുന്നവനും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ. കർത്താവേ, ദിവ്യവും ബഹുമാനവുമായ ഈ ബലി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും കൃപ മൂലം തിരുസന്നിധിയിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായും നിന്നിലുള്ള പ്രത്യാശയിൽ മുൻപ് കൂട്ടി മാതാപിതാക്കളും സഹോദരീ സഹോദരങ്ങളും ഗുരുക്കന്മാരുമാരുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിനുമായി തീരുവാൻ നിനക്ക് പ്രസാദം തോന്നണമേ. ആയത് നിന്റെയും വാഴ്ത്തപ്പെട്ട നിന്റെ പിതാവിന്റെയും നിന്റെ വിശുദ്ധാത്മാവിന്റെയും കൃപയാൽ സാധിക്കുമാറാകണമേ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവേഷിക്കുന്ന
എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും ദിവ്യമായ ചുമരത്താൽ ഓരോരുത്തരുടെ സമാധാനം കൊടുക്കണം. ദിവ്യമായ സമാധാനത്തിനു ശേഷം കരുണയുള്ള തലവനിക്കണം. സമർപ്പിക്കും. ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നടക്കുന്നില്ലേ യാതൊരു പരിശുദ്ധാത്മാവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സ്നേഹം ഏകജാതന്റെയും പരിശുദ്ധമായ സംബന്ധവും സഹവാസവും എന്ന് വാത്സല്യമുള്ളവരെ ഞങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം നാം എല്ലാവരുടെ മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് വിശികാതമ്പുരാനിരിക്കുന്ന ബഹുവചനങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടെ
തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്ന അരുളി ചെയ്തു. പ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ചു. എല്ലാവരും പാലം ചെയ്യുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി മനകൾക്ക് വേണ്ടി പഞ്ചാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും എന്റെ സഭ വാർക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം കൊടുക്കുന്ന ബ്രഹ്മജനകമായ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മോനങ്ങളുടെ സഭയിൽ നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തി പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണയുമേ ഇന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. വിധിക്കിലാവോ ഈ സമയത്ത് നിങ്ങളടക്കത്തോടും ഭയത്തോടുകൊണ്ട് പ്രാർത്ഥിപ്പീ.
പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എല്ലാവർക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആശംസകൾ ഇന്ന് ഈ ആഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷരായിരുന്ന നാലുഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ മേശിവരിക്കുന്ന സ്ഥിതിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തുകൊണ്ട് പോരുന്ന നമ്മുടെ പാത്രികേസന്മാരായ ആബോർമാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബോർമാർ ബസേലിയോസിന് വേണ്ടിയും ആബോർമാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ പരിശുദ്ധ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. പ്രശാന്തമായിട്ട് കാഴ്ച നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്നെ യാതൊരു പരിശുദ്ധ റൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. സത്യവിശ്വാസത്തെ നിലനിർത്തിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സർവ്വനാഥാക്കളെ നമ്മൾ ഓർക്കുന്നു. പട്ടക്കാല വിശ്വാസികളായ ജനങ്ങളുടെ സംഭവം ക്രിസ്ത്യാനി സമൂഹം സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവരുടെ ഗുരുവാഴ്ചയും ഞങ്ങൾ നന്ദിക്കണമേ. കണ്ണില്ലാത്ത അധികന്മാരുടെ കൈകൊടുന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിലയേകയാലും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമോ. ഭൂമിയിലെ സർവ്വംശങ്ങൾക്ക് യോഗ്യതയോളം വിശുദ്ധിയോളം മോത്തോളം അനുഗ്രഹിക്കപ്പെട്ടോളം നിത്യനിധിയും ഭാഗ്യവതിയുമായ ദേവമാതാവായ സ്തുതിയോടെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടെ പരിശുദ്ധന്മാരായ നബിമാരെ, പ്രസംഗക്കാരായ സ്നേഹന്മാരെ, ഏവങ്കരസ്യന്മാരെയും സാധേയന്മാരെയും മോദ്യന്മാരെയും ഭാഗ്യവാന്റെ യജമാന മണ്ണോടുകാരനുമായ മാറിയോഹാനായി ശമാശമാൽ പ്രധാനി സഹദേവന്മാർ മുമ്പനുമായ പരിശുദ്ധനും മോത്തോളവനുമായ സ്നേഹമാനോസ്നെയും സ്നേഹന്മാർ കലമാനായ ഉന്നതപ്രദമായ പുത്രോസ്നെയും മാർപ്പോലോസ്നെയും നമ്മുടെ കാലതാവായ മാർത്തോമാ സ്നേഹായി ശേഷം സകലന്മാരെ ശുദ്ധമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധന്മാരുടെ വാസങ്ങളും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അടികൾ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമ്പോൾ സ്ലൈംഗികമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായി
ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടും കൂട്ടിയും തിരുവരാജ്യം ശ്രമിക്കുന്നവരെയും നിക്കാനും കുസുദിനും പോലീസിനും എഫേസസിൽ വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസന്നദ്ധോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൽ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സാധാരണമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും പീലക്സീനോസും അന്തീമോസും നിയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവേശുശിയായ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർഗോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള പായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദേവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രീസ് മാർ സേവരിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോബർദാനായും മാറാപ്രേമും മാറിയാക്കോബും മാറിസഹാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർബർസവുമായും മാർ ശമേന്ദ്രസ്ഥനെയും തെരഞ്ഞെടുക്കപ്പെട്ട മാറബായും എൽദോ മാർബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർദിവനാസുസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെ ചുവടുള്ളതും കുറ്റരഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെ ഇവരുടെ മുമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ വ്യതിരിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങൾ സമർപ്പിക്കും. സത്യവിശ്വാസം മുൻകൂട്ടി ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നവരായ പരിശുദ്ധാത്മാവിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ രോഗികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവരായ നമ്മുടെ ദൈവമായ ശിവനോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടകളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ തന്നെ സുഖരാജ്യത്തിൽ ചേർക്കുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയനായിച്ച് പറയണം. ഞങ്ങളെ അവസാനത്തിന്റെ അർഹനാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിന് ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും സകലത്തിലും പോലെ ഈ കുർബാന വഴിയായി വാഴ്ത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാൻ സംഗതിയാക്കണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ വാത്സല്യമുള്ളവരെ ഞങ്ങളെല്ലാവരോടും കൊടുക്കും ഉണ്ടായിരിക്കട്ടെ.
പിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങളും തന്നെ നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനോട് യാചിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തന്റെ വിശുദ്ധമായ മാത്രപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിന്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ പരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് ഉത്തരം നൽകുന്നതിനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധരായ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന ദുർഗഹൃദയത്തോടെ സന്ദസ്സനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാറക്കുമോ ഞങ്ങളുടെ പാപങ്ങളുടെ ദോഷത്തെക്കുറിച്ച് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ളവർക്കും നീ പാപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മോശോ വപുരസുബാൻ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കൈകൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം നിലവിളിക്കണം. പുത്രന്റെ തിരിശരീരത്തിന് അനുഭവിപ്പാൻ പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങളെ ആളുകളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആകാശങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആശോ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും വാസ്തവമുള്ളതും സമമായിരിക്കുന്നതുമായ വിശുദ്ധ തത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഭയത്തോട് പറയലോടും നാം സൂക്ഷിക്കണം. വിശുദ്ധിയുള്ളവർക്കും വെടുപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടി കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടി ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടി കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
ശക്തി നൽകി മാസേപ്പാനോസിനെ സകലായ പോരാട്ടത്തിൽ വിജയിപ്പിച്ചതുമായ കർത്താവെ തനിക്ക് സ്തുതി. തനിക്ക് ഞങ്ങളുടെ പിതാവുമായ മാസേപ്പാനോസകലായുടെ ഓർമ്മ പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും പെരുന്നാളും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തെ യോഗ്യമാകുന്നു. ബഹുലകുഞ്ഞോതോ മസോദഹായ കർത്താവേ, നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്വത്തിന് ഞങ്ങൾ അർപ്പിക്കുന്ന സുഗന്ധധൂപം പരിശുദ്ധനായ സകലായുടെ പ്രാർത്ഥന അംഗീകരിക്കപ്പെടുവാനുമാറാകണമേ. അവന്റെ വധം നിന്റെ കർത്തൃത്വത്തിന്റെ പ്രതികരമായ ബലിയായി തീർത്തതുപോലെ അവന്റെ അസ്ഥികളിൽ നിന്റെ ഇടവയ്ക്ക് അവന്റെ അസ്ഥികൾ നിന്റെ ഇടവയ്ക്ക് കോട്ടയായി തീരണമേ. അവന്റെ രക്തവും പാപപരിഹാരപ്രദമായി തീർന്നതുപോലെ എന്റെ സ്മരണയിൽ നിന്റെ ജ്ഞാനത്തിന്റെ സന്തോഷവും സമാധാനപ്രദവുമായി തീർന്ന വിശുദ്ധ സഭയിൽ താഴ്ന്നുമാറാകുമേ. കർത്താവേ, സ്വർഗ്ഗത്തിൽ നിന്നുള്ള നിന്റെ രണ്ടാമത്തെ പ്രതിഷ്ഠാ ദിവസത്തിൽ നിന്റെ വിശുദ്ധന്മാർക്കൂടെയാകുന്ന ഒരിക്കൽ നിന്റെ കരുണയും ബഹുമാനവും ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വകുപ്പുല എല്ലാവർക്കും അവിടെ ഇരിക്കാം. ഈ വിശുദ്ധ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളായ ഭക്തജനങ്ങളെ, കറ്റാനം സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായി മാറുകയാണ്. ഈ ദേവാലയം പണിത് ഉയർത്തിയിട്ട് 175 വർഷം കഴിയുന്ന വലിയ സംരംഭം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ആത്മീയ അനുഭവമായി ആണ് നാം ഈ പെരുന്നാളിനെ കാണുന്നത്. രണ്ടാമത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവയെ സംബന്ധിച്ചോളം ഉള്ള സന്തോഷത്തിൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ സഭയിലെ വലിയ ബാബ തിരുമേനി, പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, വലിയ തിരുമേനി
ഇന്ന് ഈ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് ആരാധന സംബന്ധിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 90-ാം ജന്മദിനം കഴിഞ്ഞു. 96 ആ സമയത്ത് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പരിശുദ്ധപിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരവും ദൈവത്തിനെ സ്തുതിക്കുവാനുള്ള അവസരവുമായിട്ട് നാം ഇതിനെ കാണുന്നത് കൊണ്ടാണ് പരിശുദ്ധപിതാവ് ഈ വിശുദ്ധ കുർബാനയിൽ വന്ന് സമർപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് എന്നെനിക്കറിയാം. 2-3 ചെറിയ ചിന്തകൾ മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളെ ഓർപ്പെടുത്തുവാനുള്ളത്. വിശുദ്ധനായ സ്തെഫാനോസ് സഹോദരന്റെ ഓർമ്മ നാം 6 ദിവസമായി ഇവിടെ നടത്തപ്പെടുകയാണ്. സാധാരണ 3 ദിവസമാണ് നാം നടത്തുന്നത്. പക്ഷേ ഈ വർഷം 175-ാമത്തെ വർഷമായതുകൊണ്ട് നമ്മളത് കുറച്ചുകൂടി വിപുലീകരിച്ച് 6 ദിവസവും വിശുദ്ധ കുർബാനയും അതുപോലെയുള്ള മറ്റ് റാസയും അതുപോലെ ആത്മീയ പ്രഭാഷണങ്ങളും മറ്റ് പരിപാടികളും നാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതായ 1-2 ചിന്തകളുണ്ട്. ഒന്ന്, കർത്താവ് പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതിൽ കൂടുതൽ അനുഗ്രഹപ്രദമായ ഒരു സന്ദേശം എനിക്ക് നിങ്ങൾക്ക് തരുവാനില്ല. നമ്മുടെ കർത്താവ് അരുളി ചെയ്ത അതേ സന്ദേശം, അതായത് കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തന്നെത്താൻ ത്യജിക്കണം. സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യനായി തീരണം. ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും നാം കാണുന്നത്, നമ്മുടെ സഭയിൽ മാത്രമല്ല, എല്ലാ സഭകളിലും, എല്ലാ മതങ്ങളിലും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും, എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഒക്കെ നിഴലിച്ച് കാണുന്നത് ഈ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത ഉള്ളിടത്തോളം കാലം, സ്വാർത്ഥതയെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നിടത്തോളം കാലം മനുഷ്യന് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവിനെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്ന എറ്റാനം സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയിലെ ജനങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ത്യജിക്കണം. സന്യാസ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്: ത്യജിക്കുക, തന്നെ ത്യജിക്കുക, താൻ തന്നെ ഇല്ലാതാകുക. താൻ തന്നെ ഇല്ലാതാകുമ്പോൾ ദൈവം അവിടെ വളരുകയാണ്. അപ്പൊ ത്യജിക്കുന്ന ഒരനുഭവം, സ്വാർത്ഥതയില്ലാത്ത ഒരനുഭവം ആ കർത്താവിനെ കാണുവാൻ നമ്മെ സഹായിക്കും. പരിശുദ്ധനായ സ്തെഫാനോസ് സഹോദര കർത്താവിനെ കണ്ടു, സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു, തന്നെ കല്ലെറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവർ എന്തെന്ന് ചെയ്യുന്നതാണ്, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്തതിനാൽ അവരോട് ക്ഷമിക്കണമേ എന്ന്. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? എന്തുകൊണ്ടാണ് സ്വർഗം തുറന്ന് കണ്ടത്? എന്തുകൊണ്ടാണ് കക്ഷ സഹിച്ചത്? ഈ ഒറ്റ കാരണം കൊണ്ടാണ്. തന്നെ ത്യജിച്ചു. തന്നെ ചിന്തിച്ചത് ദൈവത്തെ കുറിച്ചാണ്. അതുകൊണ്ട് 175-ാമത് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ കറ്റാൻ ഇടവക നിങ്ങൾ തന്നെത്താൻ ത്യജിക്കണം. നിങ്ങൾ ത്യജിക്കുമ്പോൾ നിങ്ങളിൽ ദൈവമുണ്ടാകും. ഈ ദേവാലയത്തിൽ ദൈവമുണ്ടാകും. ഈ ഭവനങ്ങളിൽ ദൈവമുണ്ടാകും. നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവമുണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തികളിൽ, ചിന്തകളിൽ ദൈവമുണ്ടാകും. ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒന്നാമതായി ദൈവത്തെ ത്യജിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണം. അതാണ് ക്രൈസ്തവ സന്യാസത്തിൻ്റെ 1-ാമത്തെ പടി, ത്യജിക്കുന്ന അനുഭവം. അവർക്ക് മാത്രമേ ജീവിതത്തിൽ വളരുവാൻ സാധിക്കൂ. സ്ഥാനമാനങ്ങളല്ല. പിന്നെയോ ദൈവത്തെ കാണുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി. 2-ാമത് നാം അവിടെ കാണുന്നത് തന്റെ കുരിശ് എടുക്കണം. കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുവാൻ തന്നെത്താൻ ത്യജിക്കുക മാത്രമല്ല, കർത്താവ് തരുന്ന കുരിശ് എടുക്കണം.
കർത്താവ് എനിക്ക് കുരിശ് തരുന്നുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും കുരിശ് തരുന്നുണ്ട്. അത് വ്യത്യസ്തങ്ങളായ കുരിശുകളാണ്. നമുക്ക് രോഗങ്ങളുണ്ടാകാം, നമുക്ക് ധനസമ്പത്തുണ്ടാകാം, നമുക്ക് ധനമില്ലാത്ത അവസ്ഥ ഉണ്ടാകാം, നമുക്ക് ജോലി ഉണ്ടാകാം, നമ്മുടെ ബിസിനസ് ഉണ്ടാകാം. എന്തുമാകട്ടെ, നമുക്ക് കർത്താവ് തരുന്ന കുരിശ് അത് സന്തോഷത്തിൻ്റെതാണെങ്കിലും ദുഃഖത്തിൻ്റെതാണെങ്കിലും കഷ്ടതയുടെയാണെങ്കിലും നാം ഏറ്റെടുക്കണം. ആ കുരിശെടുക്കുന്നതാണ്, ആ കുരിശാണ് സഹായിച്ചെടുത്തത്. അതുകൊണ്ട് ഈ രണ്ട് ചെറിയ ചിന്തകളാണ് എനിക്ക് ഈ വർഷം നിങ്ങൾക്ക് തരുവാനുള്ള പെരുന്നാൾ സന്ദേശം. ഞാൻ എല്ലാ വർഷവും നിങ്ങളുടെ പെരുന്നാളിൽ സംബന്ധിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, ഓരോ ദിവസങ്ങൾ മാറി മാറി. അന്ന് എനിക്ക് നിങ്ങൾക്ക് ഈ വർഷം തരുവാനുള്ള സന്ദേശം ഇതാണ്: നിങ്ങളെ തന്നെ ത്യജിക്കുക, ദൈവം തരുന്ന കുരിശ് എടുക്കുക. നിങ്ങൾ മൗഢ്യീകരിക്കപ്പെടും. ആ മൗഢ്യീകരണത്തിൻ്റെ അനുഭവം ഉണ്ടാകാൻ നോക്കണം. ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി ഞാൻ വാഗ്ദാനിച്ചിരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും.
പരിശുദ്ധ ശരീരം ഭക്ഷ്യപാനം പാപരിഹാരം നൽകുന്നതിന്റെ രക്തപാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവിനേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുവിഷത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങളും അവകാശികളായി തീരുമാറാകണമേ. ആമേൻ. ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടുവാനാകരുതേ. നിന്റെ പരിശുദ്ധ റൂഹായോട് സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരായി തീർന്നതുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടുകൂടെ ഓഹരിയും അവകാശം കണ്ടെത്തി. നിന്നെയും നിന്റെ പുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. സത്യം കാക്കും ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. ും
ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പിതാവിനും പരിശുദ്ധാത്മാവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധരഹസ്യങ്ങൾ കൈകൊണ്ടതിന് ശേഷം വീണ്ടും നലമൊഴിക്കണം. ഞങ്ങൾക്ക് നിശ്ചിതഭക്ഷണമായി തീർന്ന സത്യാപമായ മിശിഹ നരകത്തിൽ നിന്നും ജഗാത്ത ഒഴിവിൽ നിന്നും ഞങ്ങളുടെ ആത്മശല്യങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കുന്നിലെ പിതാവിനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇതിലേക്ക് സമർപ്പിക്കും. ആശോ ഞങ്ങളുടെ പാപം മോചിച്ചിടാൻ. ഞങ്ങളുടെ പരിവേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസന്മാരും മരിച്ചുകൊണ്ട് ജീവിതവരും കർത്താവിന് ജയമുള്ള സ്ത്രീവായ വിശുദ്ധത്വം നിങ്ങളുടെ കടകളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, വിശ്വാസകാരികളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവരെയും നിങ്ങളുടെ മാത്രമായി സഹായിക്കുന്നവരെ നിങ്ങൾ സന്തോഷിക്കുകയും സമാധാനത്തോടെ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ
പടയാളികളുടെ